നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് കോടതി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ശക്തമായ നടപടിയാണ് കോടതി എടുത്തുകൊണ്ട് സമൂഹത്തിനൊരു മാതൃകയായിരിക്കുന്നത്. അനധികൃതമായി സർക്കാർ എംപ്ലോയും നെയിം ബോർഡും വെച്ച് ഫ്ലാഷ് ലൈറ്റ് വിട്ട് അമിത വേഗത്തിൽ കൊല്ലം KMML MD യാത്ര ചെയ്ത സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ഹൈക്കോടതി നേരിട്ടാണ് സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനും വാഹനം കസ്റ്റഡിയിലെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, ഹരിശങ്കർ V മേനോൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. ഹൈക്കോടതി ഇടപെടലിൽ പോലീസിനും നടപടിയെടുക്കേണ്ട അവസ്ഥയാണ്. കേസും എടുക്കും. അനധികൃത നെയിം ബോർഡും ഫ്ലാഷ് ലൈറ്റുകളും ഉപയോഗിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച് കോടതി ഉത്തരവുകൾ നിലവിലുണ്ട്. ഇതിന്റെ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നത്. സാധാരണക്കാർക്ക് പിഴ ഈടാക്കാൻ മത്സരിക്കുന്നവർ ഉന്നതരുടെ നിയമലംഘനം കാണാറില്ല. ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നടപടിയാകുന്നത്. കഴിഞ്ഞ 7-ാം തീയതി രാവിലെയാണ് അനധികൃത നെയിം ബോർഡും സർക്കാർ എംബ്ലവും ഘടിപ്പിച്ച വാഹനം ഫ്ലാഷ് ലൈറ്റ് വിട്ട് ആലുവ മേൽപ്പാലത്തിന് മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോയത്. എന്നാൽ തുടർ അന്വേഷണത്തിൽ ഇത് കൊല്ലം KMML MDയുടെ വാഹനമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വാഹനത്തിന്റെ മുന്നിൽ കൊടി വെച്ചിരിക്കുന്നതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അനധികൃതമായി സർക്കാർ എംബ്ലവും കൊടിയും ഫ്ലാഷ് ലൈറ്റും ഇട്ട് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത് ഗൗരവമായി കാണേണ്ട വിഷയമാണെന്നും കോടതി പറഞ്ഞു. സർക്കാർ എംബ്ലവും മറ്റു ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നിയമങ്ങൾ ഉണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം വാഹനങ്ങൾ പിടികൂടാൻ സാധിക്കുന്നില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. അടിയന്തര വാഹനങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റും ഇട്ട് KMML MDയുടെ വാഹനം ചീറിപ്പാഞ്ഞത്. വാഹനത്തിന്റെ മുൻവശത്തുള്ള കൊടിയും ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ചിത്രമാണ് കോടതി കണ്ടത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവി വഴി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധനയ്ക്കായി നിയോഗിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകി. ഇത്തരം വാഹനങ്ങൾ നടപ്പാതകളിൽ പോലും പാർക്ക് ചെയ്യുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സാധാരണക്കാർക്ക് നേരെ നിയമലംഘനങ്ങൾ കാണുമ്പോൾ തടഞ്ഞു നിർത്തി പിഴ ചുമത്താൻ സർക്കാരിന് വലിയ ഉത്സാഹമാണ്. എന്നാൽ ഇത് എല്ലാവരുടെയും കാര്യത്തിൽ സർക്കാർ കാണിക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഒരു നിയമം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആകാശ് തെല്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നേരിട്ട് രംഗത്ത് വന്നിരുന്നു. ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകുകയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു. രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ ആ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഉടൻ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനാണ് കോടതി നിർദ്ദേശം. വാഹനത്തിൽ നിരവധി നിയമലംഘനങ്ങൾ ഉണ്ടെന്നും കോടതി വിലയിരുത്തി. അനുവദിച്ചിട്ടുള്ളതിലും അധികം വലിപ്പത്തിലുള്ള ടയറുകളാണ്. നമ്പർ പ്ലേറ്റ് നൽകിയിട്ടില്ല. അനധികൃതമായി വരുത്തിയ രൂപമാറ്റം എന്നിവയാണ് നിയമലംഘനങ്ങൾ. ഇതിനൊപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ് തില്ലങ്കേരി വാഹനം ഓടിക്കുന്നതെന്നും വീഡിയോയിൽ വ്യക്തമാണ്. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് കോടതി വാഹനം പിടിച്ചെടുക്കാനും നടപടി സ്വീകരിക്കാനും മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. ആകാശ് തില്ലങ്കേരിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്താണ് വീഡിയോ പരിശോധിച്ച് ഹൈക്കോടതി സ്വമേധയാ നടപടിയിലേക്ക് പോയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വാഹനത്തിലെ രജിസ്ട്രേഷൻ നമ്പറില്ല. രൂപമാറ്റം വരുത്തി വാഹനം ഓടിച്ച ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നിവ മുൻനിർത്തി ആകാശ് തില്ലങ്കേരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നത്.